മറ്റേ JCB കുടിക്കണ കാണാൻ നിക്കണാണ് ബംഗാളികളാണ്. ഒരു മിനിറ്റ്. അല്ലല്ല അല്ല ഇത് അല്ല എന്താ റോസ് വാങ്ങാത്ത? അതാ ഇസ്മായിൽ കൊണ്ടുവരടിക്കാൻ പോന്നാ. ഇസ്മായിലാ നീ എന്താ മാറിയിരിക്കുന്ന? അല്ല റോസ് മേടിച്ചില്ല, പിന്നെ ഞാൻ ഒഴിവാക്കട്ടെ. എടാ റോസ് വാങ്ങും, ഞാൻ പറഞ്ഞ് കൺവിൻസ് ചെയ്തരാ. ക്രൂബല്ല ഒന്ന് ഇങ്ങോട്ട് വരുമോ? നീ അങ്ങനെ ഓനെ വിഷമിപ്പിക്കല്ലേ, ഇന്നൊരു ഇതല്ലേ, ഒരു ഫെബ്രുവരി ഡേ അല്ലേ? അതെ ഷമീർ ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാനിപ്പോ റോസ് നാളെ ഇനി ഇസ്മായിലെ ടെഡി അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നാൽ എല്ലാം മേടിച്ചിട്ട് അവസാനം വല്ലോ ആക്കിയാലുണ്ടല്ലോ. ഒന്നും ആക്കൂല. ഞാൻ അന്നെ വിശ്വാസം ഉണ്ടോ എനിക്ക്? ഷമീറിനെയോ? ഉണ്ട്. എന്നാ ഒരു കാര്യം ചെയ്യും, കാരണം ചെക്കൻ ഇന്ന് വിഷമിക്കും. കാരണം ഇതാ, നീ ഒന്ന് ആ മുഖത്തേക്ക് ഒന്ന് നോക്കിയാട്ടെ. പട്ടി വെള്ളം കുടിക്കുക മുഖം കണ്ടാല്. അത്രയും സങ്കടത്തിലാണ് അവനുള്ളത്. നീ അതൊന്ന് മനസ്സിലാക്കുക. അപ്പം ഒന്ന് നീ ഒന്നും വേണ്ട, ഒന്ന് ചുമ്മാ ഒന്ന് ചെക്കൻ എന്താ പറയാ, ഒന്ന് വെറുതെ ആ റോസ് ഒന്ന് വെറുതെ ഒന്ന് വാങ്ങുക, വെറുതെ പറ്റിക്കാര്. മനസ്സിലായോ? നിനക്ക് റിയൽ ലവ് അല്ലാതെ. ഇല്ലില്ല, ഞാനാണ് ഇതിൽ നിൽക്കുന്നത്. നീ ഒരു കാര്യം മനസ്സിലാക്കണം, ഇതിന്റെ ഫുൾ റെസ്പോൺസിബിലിറ്റി ഞാൻ ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ്. ഉറപ്പാണ്, ഉറപ്പ് 100% ഉറപ്പ്. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. നീ ഇന്ന് ആ റോസ് ഒന്ന് വാങ്ങ്, ഞാൻ ഒന്ന് അവൻ്റെ അടുത്ത് പോയിട്ട് കാര്യം പറയട്ടെ. ഒരു മിനിറ്റ്. ഇസ്മായിലേ, ഓള് പറയുന്നത് എന്താ വെച്ചാ നീ ഒരാണല്ലാന്നാ പറയുന്നത്. ആണല്ലാന്നോ? ഒന്ന് നോക്കിയാ നീ വേണ്ട. ഓക്ക് നിന്റെ ഷോപ്പ് കാണണം എന്നൊരു ഇതുണ്ട്. നിങ്ങളെ ഒരു ഷോപ്പ് ഉണ്ടല്ലോ നിന്റെയും ഇസ്മായിലിന്റെയും ബുക്ക് സ്റ്റാള്. എന്നാ ഞാൻ ഓളെ ബുക്ക് സ്റ്റാളിൽ വെച്ചിട്ട് നീ റോസ് കൊടുക്ക്, അപ്പൊ സെറ്റ് ആവും. ഓക്കെ ഒരു മിനിറ്റ്. ക്രുവല്ല, ഇസ്മായിൽ പറയുന്നത് എന്താ വെച്ചാൽ ഓന്റെ ഒരു സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട്. ബുക്ക് സ്റ്റാൾ ആയിട്ടുള്ള ഒരു സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട്. ഓനൊരു ബുക്കും എല്ലാ സാധനങ്ങളും ഉണ്ട് അവിടെ. അപ്പൊ ആ ബുക്ക് സ്റ്റാളിൽ നിന്നെ കൊണ്ടുപോയിട്ട് റോസ് തരാന്നാണ് എന്റെ ഒരു ആഗ്രഹം. അപ്പൊ ബുക്ക് സ്റ്റാൾ വരെ ഒന്ന് വരണം നീ. ഓന്റെ സ്വന്തം സ്ഥാപന. ഓക്കെ. ഇവനും അതെ എന്താ പറയാ, അതായത് നീറ്റിനുള്ള പരീക്ഷ അവിടെ വെച്ചിട്ടാണ് നടക്കുന്നത്. ഈ എന്താ എൻട്രൻസ് എക്സാമെല്ലാം അവിടെ വെച്ചിട്ട് പിള്ളേർ വന്നിട്ട് ബുക്ക് വാങ്ങിട്ട് പോക്കുണ്ട്. നമുക്ക് അടുത്തേക്ക് വിട്ടാലോ? ഓക്കെ എന്നാ വാ ഇസ്മായിലേ, വാ വണ്ടി എടുക്ക്, പെട്ടെന്ന് വണ്ടി എടുത്ത് സെറ്റാക്ക്. മീര ഹലോ മീര, ഒരു മിനിറ്റ്. മീര, എനിക്കൊരു കാര്യം പറയണ്ട്. ഇവൻ ഇസ്മായിലിന്റെ ഒരു പുതിയ സ്ഥാപനം ഉണ്ട്, അപ്പൊ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിട്ടാണ് മീരനെ വിളിക്കുന്നത്. പെട്ടെന്ന് ഡ്രസ് മാറണ്ട, ഈ ഡ്രസ്സിൽ തന്നെ വാ. ലൊക്കേഷൻ ഇതിലൊക്കെ വണ്ടി കയറി മീര. ഇത് ഇമ്പോർട്ടന്റ് ബുക്ക് സ്റ്റാളാണ്. അത്രയും നീറ്റ് എക്സാം ബാക്കിയെല്ലാം. ഞാനൊരു കാര്യം പറയട്ടെ, ഈ എൻട്രൻസ് എക്സാം എല്ലാം എഴുതുന്ന ആൾക്കാർ പലരും ആടെ വന്നിട്ടാണ് ഇത് എക്സാം എഴുതുന്നത്. അപ്പൊ അത്രയും വരുന്ന ആൾക്കാരെല്ലാം ബാ പോവാ. പപ്സും ചായ ഉണ്ട്. വണ്ടി എടുത്തോ ഇന്ന് ഉദ്ഘാടനം. ഇന്ന് പാട്ട് ഓഫ് ആക്കിയ അപ്പൊ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മളെ സ്വന്തം ക്രുവല്ലയാണ്. കാരണം അവന്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു. കാരണം സ്വന്തം വൈഫിനെ കൊണ്ട് അങ്ങനല്ല, സ്വന്തം എന്താ പറയാ. ചോദിച്ചോ. അല്ല വൈഫല്ല, ഇഷ്ടപ്പെടുന്ന രാജുബായിയോ? ഇസ്മായില? രാജുബായിക്ക് അങ്ങനെയൊന്നുമില്ല. രാജുബായി ആൽഫയാണ്. എന്നെ ഞാനും അങ്ങനെ കേട്ടറിവ് മാത്രമേ ഉള്ളൂ സമീറ. അല്ല ക്രുബല്ലക്ക് രാജുബായിന് ഇഷ്ടമല്ല. പറഞ്ഞോളൂ. ഇസ്മായിലിനെ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടോ? അല്ലല്ല, ഇസ്മായിലിന് എല്ലാവർക്കും ഇഷ്ടം. ഇത് അടുക്ക് ഞാൻ പറയട്ടെ, ഇതാണ് ഇസ്മായിലിന്റെ സ്ഥാപനത്തിന്റെ പേര്. അല്ല ഇത് വായിക്കണ്ട. ഇവിടുന്നാണ് എൻട്രൻസ് എക്സാം കാര്യങ്ങൾ നടക്കുന്നത്. അപ്പൊ നമുക്കപ്പോ ഉദ്ഘാടനം ക്രുബല്ല മുമ്പിൽ വന്നിട്ട് ഉദ്ഘാടനം ചെയ്യണം. അല്ല ഇത് ക്രുബല്ല ചെയ്യണം എന്നാണ് അവന്റെ അത്രയും വലിയൊരു ആഗ്രഹമാണ് ഇത്. അതെ. അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുക്കടക്ക് ഞാൻ ഇത് ബിസ്മില്ല, ഒരു മിനിറ്റ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇസ്മായിലിന്റെ കട ഇസ്മായിലിന്റെ കട ഉയരത്തിലേക്ക് എത്തണേ. ഓക്കെ ഇതാ
എല്ലാതും ഉണ്ട്. ബാന്റെ സാധനം എല്ലാരും അറാമിന്റെ സാധനം അല്ലല്ല ഇത് അല്ലല്ല ഹറാമല്ല. ഇവിടെ ഒരു സീക്രട്ട് റൂം ഉണ്ട്. ആടെ നിന്ന് എൻട്രൻസിന് വരുന്ന പിള്ളേരെല്ലാം വരുന്നത്. ആ ബാ ഇസ്മായിലെ അടുത്തേക്ക് ആരും വരില്ലേ. അടുത്തേക്ക് ഗേൾസും നമ്മൾ മാത്രം ബാ. ഗേൾസ് നമ്മളോ? അല്ല അങ്ങനല്ല, ഇസ്മായിലും ഞാനും കൃപല്ലയും മാത്രം. ബാ കൃപല്ല മുമ്പിൽ നടന്നോ. ഇതാണ് ഇസ്മായിലിന്റെ ഷോപ്പ്. ആ റോസ് എടുത്തോ. അല്ല നിന്റെ സീക്രട്ട് റൂം എടുത്തോ. ആ വാ കേറിക്കോ, ഉള്ളി കേറിക്കോ. കൃപല്ല അയ്യോ ഇതല്ല അല്ല മാറിപ്പോയി, റൂം മാറിപ്പോയി. കൃപല്ല ആ ഭാഗ്യം. അല്ല ഇതെന്താന്നിത് പോൺ ഹബ്ബാ. ഇവിടെ എന്താ നീ നടത്തുന്നത് ഇസ്മായിലെ? ഞാനല്ല ഉസ്മാന് പെണ്ണ് പിടിയനാന്ന് വിചാരിച്ചിട്ട് ഇവിടുന്ന് പ്രപ്പോസ് ചെയ്ത ഇപ്പൊ തന്നെ റിജക്ട് ചെയ്യും. കൃപല്ല അപ്പൊ കൊടുത്തോ, റോസ് കൊടുത്തോ. മേടിച്ച് ഒരു മിനിറ്റ് റോസ് അല്ല അംക്കലല്ല. പിന്നെ ഇപ്പൊ റോസ് കൊടുക്ക്. അതല്ല ആ റോസ്. ആ ഇതാ മേടിക്ക് അല്ല ഞാൻ ഒരു കാര്യം പറയട്ടെ കൃപല്ല, ഓനെ വിഷമിപ്പിക്കല്ല തൽക്കാലം. ഓനൊരു പൊട്ടനാണ്, ഓനൊരു മന്ദബുദ്ധിയാണ്, എനിക്ക് ബുദ്ധിക്ക് ചെറിയ കുറവുള്ള എനിക്കറിയാലോ. ഓനൊരു ഐഡിയ ആണ് എന്നെ പോലെ തന്നെ. അപ്പൊ ഓനെ വിഷമിപ്പിക്കല്ല. ഓനെ അങ്ങനെ വാങ്ങിയിട്ട് വെറുതെ നീ വിട്, മനസ്സിലായ? ഓനെ ഇതാക്കൊന്നും വേണ്ട, നീ എന്താ സ്നേഹിക്കൊന്നും വേണ്ട. പക്ഷെ ഓനെ ഒന്ന്, കാരണം ഓന് ഭയങ്കര സങ്കടാവടി, മനസ്സിലായ? ആ അതുകൊണ്ടാ. ആ മീര ആ മനസ്സിലായി. മീര അകത്തേക്ക് വരുന്നോ? അകത്തൊരു റൂമുണ്ട്, ഒരു സീക്രട്ട് റൂമുണ്ട്, വരുന്നോ? അല്ലല്ല മീര വാ നമുക്കൊന്ന് കാണാം. വാ ഇസ്മായിലെ, നീയും വാ. ഇസ്മായിലെ കുണ്ടാ വാ. അല്ല സോറി, ആ നിന്റെ പെണ്ണുണ്ടല്ലോ. അല്ല സോറി ബാ മീര. ഇതാണ് ഇസ്മായിൽ. ഇത് പച്ചക്കറി ഉള്ളിയൊക്കെ ഞങ്ങള് റെഡിയാക്കുന്ന സ്ഥലം. അല്ല പച്ചക്കറി ഉള്ളി ഇതൊക്കെ റെഡിയാക്കുന്ന അല്ല എന്റെ ഇവിടെ എവിടെയാണ് പച്ചക്കറി ഉള്ളി ഉള്ളത്? ഇവിടെ മൊത്തം പോൺഹബും ബ്രാസേഴ്സും മുത്തുച്ചിപ്പി അല്ലേ ഇവിടെ ഉള്ളൂ. ഇവിടെ എവിടെയാണ് പച്ചക്കറി ഉള്ളത്? നീ ഒന്ന് കാണിച്ചെന്ന് ഇവിടുത്തെ പച്ചക്കറി കണ്ടോ? അത് പച്ചക്കറി കണ്ടോ? പച്ചക്കറി കേടുന്ന പച്ചക്കറി റെഡിയാക്കാൻ ഇവിടെ കുറച്ചേരം ഇരിക്കുമ്പോ ഒരു സമാധാനത്തിന് വെക്കുന്ന അതൊക്കെ എന്താ അടുക്ക്. അടുക്ക് ഒരു മിനിറ്റ് ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഇതപ്പൊ കുമ്പളങ്ങയാണോ ഈ ബാക്കിലുള്ളത്? ഏതേ ഈ ബാക്കിലുള്ളത് കുമ്പളങ്ങയാണോ? എന്താന്നിത്? ഇതാണോ നിന്റെ പച്ചക്കറി സ്ഥലം? ഇസ്മായില ഇങ്ങനെ ആയത്. ഇങ്ങനെ ആകുമ്പോ ഒരു പെണ്ണിനെയും കൂട്ടി അങ്ങനെ വരും. നീ ഈ സെറ്റപ്പ് എല്ലാം മാറ്റി, എനിക്ക് താരനെല്ലാം കൂട്ടിട്ട് വരണ്ടേന്ന്. ഇത് പച്ചക്കറി പീടിയാന്നും പറഞ്ഞിട്ട് ഇവിടെ എന്താന്നുള്ളത്? ഞാൻ നാളെ മുതൽ പച്ചക്കറിന്റെയും മത്തങ്ങന്റെയും മത്തങ്ങെല്ലാം ഇവിടെ കൊണ്ടേക്ക്. ബാ എടുത്ത് പോവാ. നിന്നാ തന്നെ പെയ്ത് തെറ്റും. ഓക്കെ അങ്ക് 9:30 മീറ്റിംഗ് ഉണ്ട്. അങ്ക് 9:30 അങ്ക് ഗാങ് മീറ്റിംഗ് ഉള്ളതാണ്. ലീഡറല്ലേ അതുണ്ടാവും. എന്ത് ചെയ്യാ? ഇസ്മായിലെ ഒന്നിങ്ങോട്ട് വാ. നീ ഒന്നിങ്ങോട്ട് വാ. ഇസ്മായില് മാത്രം. ഹലോ, നീ ആ പെമ്പിള്ളേരുടെ മുമ്പിൽ നിന്ന് അന്നൊന്ന് പൊക്കി പറയണം. അതായത് ഘടക അങ്ങനെല്ലാം പറഞ്ഞോ. എന്നിട്ട് ഞാനൊരു മീറ്റിംഗ് ഉണ്ട് എന്നെല്ലാം പറഞ്ഞിട്ട് ഞാൻ ആരെങ്കിലും വെറുതെ വിളിക്കൂ കേട്ടാ. അന്നേരം ഇത് പറയണേ. ബാ ഞാൻ അങ്ങോട്ട് തിരിഞ്ഞിക്കാൻ. ആരെ വിളിക്കാം? ഗേൾസ് ഒന്നകത്തേക്ക് വരാവോ? ആരെ വിളിക്കാം ഇപ്പൊ? ഒരു മിനിറ്റ് ഇസ്മായിൽ, ഒരു മിനിറ്റ് ആര് ഫോൺ എടുക്കോളി? ആരെ വിളിക്കാം? ഓക്കെ ഹലോ. 10 കോടി ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് 300 കോടിയിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. ആ റെഡ് മണി അങ്ങോട്ടേക്ക് ഫുള്ള് കൺവേർട്ട് ചെയ്തോട്ടാ. 1500 കോടിന്റെ റെഡ് മണി ഫുൾ കൺവേർട്ട് ചെയ്തിട്ട് വേറൊരാളിലേക്ക് മാറ്റിക്കോട്ടാ. അറിയോ ഈ സമീർ എന്ന ആള് സിറ്റി തന്നെ കിടുകിട ബറപ്പിക്കുന്ന ആള്. ഇയാളെ പറ്റി ഞാൻ പറയണ നിങ്ങൾ വേണ്ട ഇസ്മായിലെ, അങ്കത് ഇഷ്ടമല്ല ഇസ്മായിലെ. ഇല്ല ഇത് പറഞ്ഞാ പറ്റൂറ്റ്. എന്നാ പിന്നെ പറ.
ലക്ഷങ്ങളായിട്ടും കോടികളായിട്ടും അമ്മാനം ആടുന്ന ആള് ആ പോക്കറ്റ് ഇപ്പൊ തപ്പ കാണാ എത്ര കോടികൾ അതിൽ കിടക്കുന്ന അറിയോ? അതുകൊണ്ടാണ് അത്ര പാപ്പാന്റ് ഇട്ട് നിങ്ങൾക്ക് അറിയാം അത്. ഓക്കെ ഓക്കെ ഓക്കെ. ഷമീർ അത്രയ്ക്ക് വലിയ പുള്ളിയായിരുന്നു ഷമീറെ. ആണ് അത്. അതെങ്ങനെ നിങ്ങളെങ്ങനെ ആ പുള്ളിക്കാരനോട് ചോദിച്ചാ എങ്ങനെ ആള് അല്ലല്ല, ഞാൻ അത്ര വലിയ സംഭവമല്ല. ഇസ്മായിലെ ബാക്കിയും കൂടി. ആള് ഗജഗാത ബീരൻ, തെറ്റി കണ്ട ബറക്കുന്ന ആള്. ഇവിടെ നിങ്ങള് വരെ ആള് ഒന്ന് മുഖത്തേക്ക് നേരെ നോക്കാൻ പറ്റുണ്ടോക്കിയ ആളെ മുഖത്തേക്ക് നിങ്ങൾ വരെ വിറക്കും. എന്റെ മുട്ടൊക്കെ ഇത്രയും പറഞ്ഞപ്പോഴത്തേക്കും എന്റെ മുടി പോലും വരയ്ക്കും ഇവിടെ. അതാ ആള് കുറച്ച് സീനാണ്, ലീഡറാണ്. അതെ അതെ, ശരിയാ ശരിയാ. ആ മതി ഇസ്മായിൽ, എനിക്കിത് ഇഷ്ടമല്ലാന്നറിയില്ലേ ഇങ്ങനെ പറയുന്നത്. ഞാന് എങ്ങനെ പറയാ ചെങ്ങായിനെ പറ്റി ഇങ്ങനെയൊക്കെ പറഞ്ഞില്ലെങ്കിൽ മോശമല്ല. അല്ല, എനിക്കിത് ഇഷ്ടമല്ല. അല്ല, സംഭവം ശരിയായിരിക്കും. വേണ്ട ഇസ്മായിലെ, എന്നാ ഓക്കെ, ഞാൻ ഇങ്ങോട്ട് കുറുബല്ല. നീ കേക്കണം, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞുതരാം. ഇയാളുണ്ടല്ലോ, ഇയാള് പണ്ട് 90s കാലഘട്ടങ്ങളിൽ ഒരു വസന്തമായിരുന്നു. വസന്തമായിരുന്നു ഇസ്മായിലെ. വസന്തം എന്ന് വെച്ചാ ഒരു റോസാപ്പൂ കോയായിരുന്നു. എല്ലാ പെമ്പിള്ളാരും പിന്നാലെ നടക്കാറുന്നു. ഇതേ പണി. ഇപ്പൊ വലിയ ടോണ്. വലിയ ടോണ്. അങ്ങനെ നിന്നോട് പറയാൻ പറഞ്ഞതാണ്, അത് എനിക്കറിയില്ലല്ലോ. ഇസ്മായിലെ നീ അല്ല ഇങ്ങനൊന്നും പറയല്ല. അല്ലല്ല, ഒരു കുഴപ്പമില്ല. ഇസ്മായിലെ നീ ഒന്ന് ഇങ്ങോട്ട് വന്നേ. ഇസ്മായിൽ ഒന്ന് ഇങ്ങോട്ട് വന്നേ. കള്ള നായിന്റെ മോനെ, പൊക്കി പറയാൻ പറഞ്ഞ നീ എന്താന്ന് പറഞ്ഞത്? ഇതാണോ പൊക്കി പറയല്ലേ? ഫസ്റ്റ് അല്ലല്ല, ഫസ്റ്റ് കുറച്ച് പൊക്കി എന്റെ നേരെ താഴേക്ക് ഇട്ട്. ഹലോ, ആരാ? ഇല്ല, അങ്ങനൊന്നുമില്ല. ഒരു മിനിറ്റ്, ഞാൻ ഇല്ലാണ്ടിരിക്കുമ്പോ കുറച്ച് പൊക്കി പറയണം കേട്ടാ. ആരാ? എന്താ പേര്? ഹലോ, എന്റെ പേര് റൂസോ. ഡ്രസ് അടിപൊളിയായിട്ടുണ്ട്. താങ്ക് യു. എന്താ, ഏതാ ഗ്യാങ് ഏതാ? സിറ്റിസൺ ആണോ? ഓക്കെ. അപ്പൊ ശരി, ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്, കുറച്ച് പരിപാടികളുണ്ട്. ഓക്കെ. അതെ, രണ്ട് സെയിമാണ്. ഇസ്മായിലെ എന്നാ പിന്നെ ഇസ്മായിലെ ബാക്കി തുടങ്ങിക്കോ. അത് വിട്, അടുത്ത ആളുടെ അടുത്ത് പറയാം. ഓക്കെ, വിട്. നമുക്ക് ഇടുന്ന് വിട്ടാലോ? നമുക്ക് മീറ്റിംഗ് ഉണ്ട്, ഗ്യാങ് മീറ്റിംഗ് ഉണ്ട്. ഓക്കെ. എങ്ങനെ? അതെ ഇസ്മായിലെ, ഇത് ഇസ്മായിലെ വന്നിട്ടാ ഇസ്മായിലെ. ഹലോ. എന്താ ഇസ്മായിൽ എന്തോ പറയുന്നുണ്ട്, നമുക്കറിയില്ല. ഇറങ്ങ വണ്ടിന്ന് ഇറങ്ങ പറഞ്ഞരാ. ഈ സമീർ എന്ന് പറഞ്ഞ ആള് എനിക്ക് അറിയോ? ഈ ലോകത്തില് ഇത്രയും പൈസ കൊണ്ട്, ഈ സിറ്റിയിൽ പൈസ കൊണ്ട് അമ്മാനമാടുന്ന ഒരു വ്യക്തി എന്നുള്ള മുദ്രയാണ് ആൾക്ക് ഇതുവരെ കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പൊ പുള്ളിക്കാരൻ ഒരു വലിയൊരു ഗ്യാങ്ങിന്റെ ലീഡറുമാണ്. അപ്പൊ ആസ്തി 3000 കോടി റെഡ് മണി 3000 റെഡ് മണി, ഒരു 10 റിസർവ് ബാങ്ക് എല്ലാം ആളെ സ്വന്തമായിട്ടുണ്ട്. 10 അല്ല 30 റിസർവ് ബാങ്ക് സ്വന്തമായിട്ടുണ്ട്. എത്ര പോരെ? മതി. 30. അപ്പൊ വിട്ടാലോ ഇസ്മായിലെ? അതെ ഞാനാ ഇതിന്റെ ആള്. ബാബാ, ഈ സിറ്റിയിലെ സിറ്റി തന്നെ പുള്ളിക്കാരന്റെ കൈന്റെ ഉള്ളിലാണ്. അതെനിക്കറിയോ? കുറച്ച് കാലിന്റെ അടുത്തോ? കാലിന്റെ ഇടയിലോ? അല്ല, ഇടയിലല്ല. ഇത്രയും വലിയൊരു മനുഷ്യനെ കണ്ട സ്ഥിതിക്ക് എനിക്ക് എന്താ നമ്പറോ? കെട്ടിപ്പിടിച്ചോ. ഓക്കെ, റെഡിയാ. കെട്ടിപ്പിടിച്ചോ. നോക്കിയാ ഇത്ര വലിയ ആളാന്ന് പറഞ്ഞ അങ്ങനെ ആൾക്ക് അങ്ങനെ ഇതൊന്നുമില്ല, പ്രശ്നമില്ല. ആളെല്ലാവരോടും സൗഹൃദത്തിലാ. മനസ്സിലായോ? അതെ. ഓക്കെ, എന്താ ഈയാ നോക്കണ്ടേ ഞാന്? ഇതെന്താ? അല്ലേ, ഓക്കെ. എന്നാ കെട്ടിപ്പിടിച്ചോ. പെട്ടെന്നായിക്കോട്ടെ. ഇത് ഓക്കെ. താങ്ക് യു. ഒരു കാര്യം പറയാണ്ട്. പറഞ്ഞോളൂ. പെണ്ണുങ്ങൾ ആ റൂമിക്ക് പോയോണ്ടോട്ടെ, പെണ്ണുങ്ങളെ കാണാനില്ല. ഒരു മിനിറ്റ്, നമുക്ക് അവരെ വിളിച്ച് പെട്ടെന്ന് ഇറങ്ങാം, അല്ലെങ്കിൽ അവിടെ വേറെ എന്തെങ്കിലും എല്ലാം നടക്കും. ഹലോ, നമുക്കെന്നാ വിട്ടാലോ? മുതുക്കിലേക്ക് വിട്ടാലോ? ഓക്കെ.
ഞാനല്ല ഓടിക്കണ്ട. നീ ഓടിച്ചോ. ഞാൻ പാട്ട് പാടും. ഒരു പാട്ട് കേൾക്കണം എന്റെ. ഓക്കെ പാടിത്തരാം. ഏതാ പാടാ? പോയിട്ട് പാടണോ അതോ ഇവിടെ അടുത്ത് തന്നെ? വണ്ടി തന്നെ നമുക്ക് പാടാം. ഈ പാട്ടിനെ പാടിയല്ലോ, കാറ്റില് വാസന. വണ്ടി ഓട്ടിക്കൊണ്ട് പാടിക്കഴിഞ്ഞാ കേക്കത്തില്ല, നമുക്ക് അവിടെ നിർത്തിയിട്ട് പാടാം. ഇടുന്ന അതെ ബാ പായക്കാട്. ഈ പാട്ടന്നെ പാടാം. ഇതാരാണ്? ഹലോ. ഓക്കെ ഉള്ളിൽ കയറിയിട്ട് തന്നെ പാടാം. പാട്ട് കേട്ടോ. പാട്ട് ഏതാ പാടാ? ഡോൺ സേ കുണ്ടൻ. ഞാൻ കുണ്ടനല്ലല്ലോ. ഒരു മിനിറ്റ്, ഇതെന്താന്ന് കുറെ സൂപ്പർ ചാറ്റെല്ലാം വരുന്നത് എനിക്ക് വായിക്കാൻ പറ്റില്ല. ഞാൻ ഓൾറെഡി ഇതുവരെ ഓഫ് ആക്കിയിട്ടുള്ളത്. ഇത് നിങ്ങൾ ഇടൂലെന്ന് വിചാരിച്ചിട്ട് ഇത് ഇടല്ല. സൂപ്പർ ചാറ്റ് ചെയ്യല്ല, ഞാൻ ഇത് ഓഫ് ആക്കിയിട്ടുള്ളത്. എനിക്കിത് വായിക്കാൻ പറ്റൂല. ഓക്കെ പാടാം. ഇത് തട്ടത്തില് വന്നിട്ട് പോയതല്ലേ, മൊത്തത്തില് കണ്ടിട്ട് പോയിട്ട് വന്നിട്ട് തിന്നിട്ട്, കാട്ടില് പോയിട്ട് വന്നിട്ട് തിന്നിട്ട്, തട്ടത്തില് മൊത്തത്തില് വന്നിട്ട് പോയതല്ലേ, കാറ്റില് വാസന കാതലിൻ രാജന. എങ്ങനെയുണ്ട്? ഇത് എനിക്ക് ലിറിക്സ് അറിയാത്തോണ്ട് വേറെ ഏതെങ്കിലും പാട്ട് പറഞ്ഞാൽ എനിക്ക് അറിയുന്ന പാട്ടെങ്കിൽ ഞാൻ നല്ല അടിപൊളിയായിട്ട് പാടാം കേട്ടാ. ഓക്കെ അരിപ്പോ തിരിപ്പോല് മൂടാവോ? ഓക്കെ അരിപ്പോ തിരിപ്പോ കോതലമംഗലം പരിപ്പോ 12 ആനയും കുതിരയും ഇക്കിട്ട് മറിച്ചിട്ട് ബൈനാം പള്ളിക്കെന്തിന് പോയി, ആ മോളെ അരിക്കല്ല പെരക്കല്ല ബൈനാം പള്ളി കാച്ചി കുടിച്ചോളേ. താങ്ക് യു. ഞാൻ അങ്ങനല്ല, ഇടക്ക് ഞാന് ഈ മൂടായി വരാൻ ഇതെന്താ വീഡിയോ ഇട്ടതാ നീ കുത്തിന്റെ? വൺസ് മോർ. അടുത്ത പാട്ട് ഏതാ വേണ്ട പറഞ്ഞു? അടുത്ത പാട്ട് ഏതാന്ന് വെച്ചാ പറഞ്ഞു, കുഴപ്പമില്ല. ഡാൻസിന്റെ മൂവ് അറിയായിരുന്നെങ്കിൽ ഇസ്മായിലും കൂടെ പഠിക്കാം. അന്റുമ്മാന്റെ ജിമിക്ക് കങ്ങൾ അന്റുപ്പ കട്ടോണ്ട് പോയി. അടുത്തെന്താ പേര്? അന്റുപ്പാന്റെ ബ്രാൻഡി കുപ്പി അന്റുമ്മ കുടിച്ചു തീർത്തേ തന്നല്ല. ഉപ്പ കുടിച്ചു തീർത്തേ തന്നല്ല കനകന വീരാകര കുണ്ടാ തര താരരാര. എന്റെ അമ്മന്റെ പിടിക്ക് കപ്പൽ അന്റുമ്മ കുടിച്ചു തീർത്തേ, അന്റുമ്മാന്റെ ബ്രാൻഡി കുപ്പി അന്റുപ്പ കുടിച്ചു തീർത്തേ തന്നന്ന താനന താനന താനന. എങ്ങനെയുണ്ട്? അടിപൊളി. താങ്ക് യു. വരാ പറ. ഒരു കൈബേറിയല്ലേ? ചീത്ത വിളിക്കുന്ന കൈബേറി അങ്ങനെ. ഓക്കെ കൈവുണ്ട്. ഓക്കെ ഞാൻ ഒന്ന് ഉസ്മാൻ എത്തിന്ന് പറയുന്നത്. ഞാൻ ഒന്ന് ഉസ്മാനെ വിളിച്ചോക്കട്ടെ. ഓലൊക്കെ ഇംപ്രസ് ആയി. ആണോ? എടാ ഇതെനിക്ക് ജന്മനാ കിട്ടിയൊരു കൈവാടാ ഈ പാട്ട്. ഞാൻ അങ്ങനെ സാധാരണ പാടലില്ല, പക്ഷെ പാടിക്കഴിഞ്ഞാൽ അത് ഒരു അങ്ങനെ ഒരു ലെവലിലേക്ക് മാറും. ഭയങ്കരം തന്നെ. ഓല് വരെ ഇംപ്രസ് ആയി. ഇതാരാ?